Manu, Manu. Oh, you. Super. Really great. Thank you so much. Thank you so much, Arne. And expectation super ആയിട്ടുണ്ട് കേട്ടോ. നമസ്കാരം, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് കിടില ഒരു വീഡിയോ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ് നമ്മളുടെ വീഡിയോസ് കൂടുതലും കാണുന്ന. എല്ലാവർക്കും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ വീഡിയോ കാണുന്ന എല്ലാവരും മിക്കവരും വണ്ടിപ്രാന്തന്മാരാണ്. അപ്പോൾ അതേപോലെ വണ്ടിയെടുത്ത് ഒരുപാട് ഇഷ്ടം സൂക്ഷിക്കുന്ന ഒരു പ്രവാസി സുഹൃത്ത് നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, എപ്പോഴും നമ്മുടെ ലോഞ്ചിന് കാണുന്ന നമ്മുടെ മിസ്റ്റർ ഗുബോട്ട് നമ്മളൊരു വണ്ടി ഫുൾ റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെ ഞാൻ ഇപ്പം തന്നെ പരിചയപ്പെടുത്താം. സാറേ എന്തോ പേരെന്തോ? എൻ്റെ പേര് രാമേന്ദ്രൻ. അപ്പോൾ കുറച്ച് ടയർഡായി ഞാൻ കണ്ടായിരുന്നു ഒരു നമ്മുടെ ഗണേഷ് കുമാർ സാറിൻ്റെ. അപ്പോഴും ഞാൻ ഫിക്സ് ചെയ്തു. എനിക്ക് ആ ഒരു മൈൻഡാണ് എൻ്റെ വണ്ടി അങ്ങനെ ഒറിജിനാലിറ്റി തന്നെ റീസ്റ്റോർ ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്, വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി ഇത് എൻ്റെ ഒരു എന്താ പറയുക മകനെ പോലെയാണ് ഈ വണ്ടിയാണ്, ഭയങ്കര സെന്റിമെന്റ് ആണ് ഈ വണ്ടി. ഓക്കെ, മാഡം വണ്ടിയുടെ കാര്യമൊക്കെ നേരത്തെ അരുൺ പറഞ്ഞു, മാഡം ഒറിജിനൽ കളർ തന്നെ നിലനിർത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. മാഡത്തിന് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പം എന്തൊക്കെയായാലും നിങ്ങളെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല. അരുണേ, അങ്ങനെയാണെന്നുണ്ട് ഐശ്വര്യമായിട്ട് ലോഞ്ചിങ്ങിൽ സാറിന് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ സാറ് തന്നെ ഐശ്വര്യമായിട്ട് രണ്ടുപേരും കൂടെ. അപ്പം താണ്ടോ നമ്മുടെ എല്ലാ പ്രവാസികളുടെയും പ്രതിനിധിയാണ് സാറ്. സാറ് 3 കൊല്ലം ആയില്ലേ വന്നിട്ട്? കഴിഞ്ഞ വർഷം വന്നായിരുന്നു. എന്നാലും നമ്മുടെ എല്ലാ പ്രവാസികളുടെയും പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ നമ്മുടെ അരുൺ സാറിന് ഒന്ന് എക്സൈറ്റ്മെൻറ്റ്, കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു സന്തോഷം സാറിന് കൊടുക്കണമെന്നുള്ള ഒരു രീതിയിലാണ് അരുണെ വന്നതല്ലേ? ഇത് ഫുൾ റീസ്റ്റോറേഷനും പണിയെല്ലാം നമ്മൾ ചെയ്തില്ലേ? ഒറിജിനൽ പെയിന്റ് മാക്സിമം നമ്മൾ അതിനെ കീപ്പ് ചെയ്തിട്ടാണുള്ള വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ സാറിന് നമുക്ക് അധികം വിഷമിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ ആ എക്സൈറ്റ്മെൻറ്റ്. Manu, Manu. Super. Really great. Thank you so much. Thank you so much, Arne. And expectation super ആയിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടി ഒന്ന് ഫുള്ളൊന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് സാറിൻ്റെ അടുത്ത് തന്നെ ഇൻറ്റീരിയറും എല്ലാം സാറൊന്ന് കയറി നോക്കിക്കോളൂ. ശരിയാണ്, ഇവിടെ ഇപ്പുറത്തല്ലേ ഡ്രൈവിംഗ് അല്ലല്ല സീറ്റ് ഇഷ്ടമായി. അരുണേ, ഇത് പൊളിച്ചു വെക്കും സത്യം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മൈ ഡിയർ. റിയലി അപ്രീഷിയേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ കളർ ഒരു പ്രത്യേക കളറാണ്. അതുകൊണ്ട് ബിന്ദുവിന് കളർ ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റും. അവളെ കൊണ്ട് ഈ കളർ ചിന്തിക്കുന്ന അവൾ കൊല്ലണേ തുല്യമാണ്. അപ്പോൾ ഞാൻ റെഡി, നമുക്ക് മേളിൽ ബ്ലാക്ക് അടിക്കാം. കളർ തൊട്ടുള്ള ഒരു കളിയും വേണ്ട, നമുക്കിത് മതി. നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ നാട്ടിലെ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാസികൾക്കും എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. അവർ ഷെഡിലിട്ടാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എത്ര വണ്ടി ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല, പക്ഷേ ഈ വണ്ടിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം. സാറിന്റെ ഫസ്റ്റ് വണ്ടിയാണോ അത്? അല്ല, കുറെ വണ്ടികളായി. പക്ഷേ ഞാൻ തുടങ്ങിയതിന് ശേഷം വണ്ടി എല്ലാ വണ്ടിയും വിറ്റിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി എടുത്തു. പിന്നെ ഇത് നമ്മളൊരു ഭയങ്കര നെഞ്ചിലോട്ട്. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ പ്രീമിയം കാർസ് ഒക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അവിടെ കാറിനോട് ആർക്കൊരു താല്പര്യമില്ല. ഈ കാറ് ഞങ്ങളിപ്പോൾ വെക്കേഷൻ ഒന്നാണ്. ഈ എല്ലാ കാറും ഞങ്ങളിപ്പോൾ ഒരു മൈതാനത്തിട്ട് അകലത്ത് കിടക്കുകയാണ്. അതിനോട് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. എങ്ങനെയുണ്ട് വർക്ക്? എങ്ങനെയുണ്ട് മൊത്തത്തില്? സൂപ്പറായിട്ടുണ്ട്. എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. പുതിയ സിറ്റിയുടെ സീറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പുതിയ ഹോണ്ട സിറ്റിയുടെ സീറ്റിലോട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. വേറെ സംഭവം എക്സാക്ട് എടുത്തുകൊണ്ടങ്ങനെ എന്നെ പോലൊരു പ്രവാസിക്ക് വണ്ടി ഇവിടെ വന്നിട്ട് ഇത് ശരിയാക്കി ഓടാനുള്ള സമയമില്ല. എൻ്റെ ലീവ് എനിക്ക് 21 ദിവസവും. ഈ 21 ഡേയ്സിൽ എനിക്ക് കിട്ടിയ സർവീസ് അപാരം. പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് വന്നു, വണ്ടി നിങ്ങൾ എയർപോർട്ടിൽ തന്നു. എനിക്കത് ഭയങ്കര സംഭവമാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ വെറുതെ തള്ളണല്ല കേട്ടോ. സാറിൻ്റെ ആ സന്തോഷം മുഖത്ത് കാണാനുണ്ട്. ഈ സന്തോഷം കാണാനാണ് ഞങ്ങൾ സാറ് പറഞ്ഞതുപോലെ സാറ് വന്ന് എടുക്കാമെന്ന് പറഞ്ഞല്ലേ, കൊല്ലത്ത് വന്ന് എടുക്കാമെന്ന് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന് തന്ന
ആ ഒരു സന്തോഷത്തിന്റെ പുറത്താണ്. ഇതിപ്പോ നമുക്ക് എത്ര 5 ഇയർ കോട്ടിംഗ് അല്ലേ 5 ഇയറിലാണ് ചെയ്തിരിക്കുന്നത്. ലെയറാണ് ചെയ്തിരിക്കുന്നത്. സാറിന് ഇത് കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത വണ്ടിയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു പരിപാടിയിലോട്ട് പോയില്ല. 5 വർഷം കൊടുത്തു. 5 വർഷം. അതെ, 5 വർഷം നമ്മുടെ 5 വർഷം ഈ കണ്ടീഷനിൽ തന്നെ. സാറ് ഗൾഫിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വർഷം ഇനി ഇവിടുന്ന് പോകാൻ ശരി അടുത്ത പ്രാവശ്യം ആരെണ്ണം കൊണ്ടെടുപ്പിച്ച് ക്ലീൻ ചെയ്തിട്ട് അല്ല ഇനിയിപ്പോ നമുക്ക് ടച്ച് ആൻഡ് പോളിഷ് മാത്രമേ വരത്തുള്ളൂ. ഇനി ഇതിനകത്ത് ഇനിയിപ്പം വേറെ നമുക്ക് ഫെയ്ഡോ അങ്ങനെ കാര്യങ്ങളൊന്നും ആൻഡ്രോയിഡ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുക, 360 ക്യാം അപ്ഗ്രേഡ് ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പുതിയ വണ്ടി ആയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ സാർ നോക്കിയാൽ സ്റ്റിയറിംഗ് വീല് പിന്നെ നമ്മുടെ അതേപോലെ തന്നെ വണ്ടി ഇന്റീരിയർ സീറ്റ് ഫുള്ള് നമ്മൾ ചെയ്തില്ലേ? കവർ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, നല്ല റാപ്പിംഗ്. സാർ ഒന്ന് കയറിയിരുന്ന ആ ഒരു കംഫർട്ടൊക്കെ ഒന്ന് നോക്കിക്കോളൂ. നമ്മുടെ വണ്ടിയുടെ ഫുള്ള് സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, ഇരിക്കും ഭയങ്കര കംഫർട്ടബിൾ, സൂപ്പർ, നല്ല കംഫർട്ടബിൾ. ഞാൻ സീറ്റ് അവർ ഇത്രയും സെറ്റപ്പ് ആവുമെന്ന് ഒരിക്കലും സീറ്റ് ശരിയാവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. നല്ല കംഫർട്ടബിൾ, സൂപ്പർ. നല്ല പുതിയ വണ്ടിയുടെ ഒരു മണം കേട്ടോ. സത്യം, നമ്മൾ പുതിയ വണ്ടി കയറില്ലേ ആ ഒരു മണം നന്നായിട്ടുണ്ട്. ബാക്കും സീറ്റ് കവറൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ, ലക്ഷറി വണ്ടിയിലൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ആ ഒരു ഇതാ വന്നിരിക്കുന്നത്. ബീച്ച് കളറാ പെട്ടെന്ന് കിടക്കുന്നുണ്ടെങ്കിലും അല്ല, ആ പെർഫെക്ഷൻ ഉണ്ട് സീറ്റിന്. അപ്പോൾ എനിക്ക് അരുണോട് പറയണമെന്നുണ്ടായിരുന്നു, വേണ്ട അരുൺ അത് എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ അരുണോട് ഒന്നും പറഞ്ഞില്ല. അരുണിൻ്റെ സ്വന്തം വണ്ടി വിചാരിക്കുക, അരുണിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് തായോ എന്ന് റിക്വസ്റ്റ് മാത്രമേ ഞാൻ നോക്കുന്നത്. നല്ലതാണ്. എനിക്ക് ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ല എൻ്റെ വണ്ടി ഇത്രയും ആവുമെന്ന്. ഇത് കണ്ട് ഭയങ്കര സന്തോഷം. പക്ഷേ ഇതൊരു സർവീസ് നല്ലതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒത്തിരി പ്രവാസികളെ ഇതുപോലെ വണ്ടി വീട്ടിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഈ വരുന്ന സമയത്ത് ഇങ്ങനെ ഡെലിവറി ചെയ്യുക. ഇപ്പോൾ 21 ദിവസമേ ഉള്ളൂ എന്നെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ഒരു മാസമേ ഉള്ളൂ. ആ ഒരു മാസം വരുന്ന ആൾക്കാർക്ക് വണ്ടി നിങ്ങൾ എടുത്ത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഭയങ്കര ഫെസിലിറ്റിയാണ്. അത് ആരും അങ്ങനെ ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഏത് കമ്പനിയിലും കൊണ്ട് കൊടുക്കുക, അത് കൊണ്ട് കൊടുത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക, ഒരാഴ്ച വെയിറ്റ് ചെയ്യുക. അത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. കാരണം നമ്മൾ വരുന്നത് തുച്ഛമായ ദിവസമല്ലേ ഉള്ളൂ. 21 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാരല്ലേ. ഞാൻ ഈ വണ്ടി നന്നാക്കണം എത്ര ദിവസം പിടിക്കും? അറ്റ്ലീസ്റ്റ് ഞാനൊരു 7 days സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 7 days അല്ല, മോർ ദാൻ 7 days. പക്ഷേ ഇത് നോക്കുമ്പോൾ ഓക്കെ, പെർഫെക്റ്റ്. എനിവേ താങ്ക് യു സോ മച്ച് അരുൺ. പറയാൻ വാക്കുകളില്ല, നന്ദി മാത്രം. അത് നമ്മള് ദൈവം ഇങ്ങനെ വിധിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്ന് എന്റെ സ്റ്റുഡിയോയിൽ ഇറങ്ങി പോകുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. കാരണം പറഞ്ഞ അത്രയും കാര്യം എടുത്തില്ല. ബിസിനസ്സുകാരൻ പറയുന്നൊരു ഡയലോഗ്, ഓക്കെ ഞാൻ വണ്ടി അത്രയും സ്നേഹിക്കുന്നു കാരണം അങ്ങനെ. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ഗ്ലാസ് ഇതൊക്കെ ചേഞ്ച് ചെയ്തു. ഇതൊക്കെ പെട്ടെന്ന് എനിക്ക് അട്രാക്ഷൻ ചെയ്തു. ഇത് ഈ കളർ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ല. നന്നായിട്ടോ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം സാറ് ഇതാ നമ്മുടെ വണ്ടി കേട്ടോ. ഇപ്പോഴാണ് നിങ്ങൾ കുറച്ച് വെളിച്ചത്തിൽ കാണുന്ന. അങ്ങനെ സാറ് പോവുകയാണ്, ട്രിവാൻഡ്രത്ത് തന്നെയുള്ള. ഓക്കെ, താങ്ക് യു സർ. ഇതാണ് നമ്മൾ ചെയ്ത വണ്ടി, 2010 മോഡല് ഹോണ്ട സിറ്റി അല്ലേ? അപ്പോൾ അരുണേ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടാണല്ലേ ഇത്രയും അപ്രിസിയേഷൻ ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലേ നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം വരും. എന്തായാലും നല്ലൊരു സാറാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇനി നീ ഉറങ്ങണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് ആ ഒരു അപ്പം നമ്മളിപ്പം വീഡിയോ ഇപ്പം സാറിപ്പോൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്കകത്ത് ഇപ്പോൾ ഇതൊരു ചെറിയൊരു എപ്പിസോഡാണ്. പുള്ളിയുടെ ഒരു സന്തോഷമൊന്നും നമുക്ക് മറ്റുള്ള നമ്മുടെ പ്രവാസി സുഹൃത്ത്, കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാസി സുഹൃത്തുക്കൾ സാറ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഈ പ്രവാസി സുഹൃത്തുക്കൾക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതാണ് ഈ വണ്ടി റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അരുൺ പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി കൊടുക്കുമെന്ന്. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ വർക്ക് അതിൻ്റെ അകത്ത് ചെയ്തു തരണം സാർ? അതിൻ്റെ അകത്ത് 2-3 പെയിന്റ്. സാറേന്ന് നീ എന്നെ വിളിക്കണം. അല്ല, എൻ്റെ ചക്കരയ്ക്ക പറഞ്ഞോ. എനിക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പെയിന്റ് 2-3 സ്ഥലത്തുണ്ടായിരുന്നു. അതായത് ബമ്പർ ഫ്രണ്ടും ബാക്കും ഒക്കെ പോയി കിടക്കുമായിരുന്നു. അത് ഒറിജിനൽ ക്ലിപ്പിൽ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. അതായത് ക്ലിപ്പ് എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ നേരത്ത് ചില വർക്ക്ഷോപ്പിലൊക്കെ അത് സ്ക്രൂ ചെയ്യുവാണ്. ഈ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വണ്ടി തട്ടുവാണെങ്കിലും നമ്മുടെ ബോഡിയിലോട്ട് അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞോ. വണ്ടിയുടെ ഈ ബോഡി ചെറിയൊരു തട്ടൽ കിട്ടുമ്പോഴേ വണ്ടിയുടെ ബോഡി ഷേപ്പൊക്കെ പെട്ടെന്ന് പോകും. മൈക്ക് വെച്ചോ, ബോഡി ഷേപ്പൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ ക്ലിപ്പാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കിട്ടാനൊക്കെ വലിയ പാടാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ പെയിന്റ് റീസ്റ്റോറേഷൻ ആണ്. അത് 2-3 ദിവസത്തെ പണിയായിരുന്നു. കാരണം
പതിയെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പഴയ പെയിന്റ് ആണ്. എത്ര തവണ പോളിഷ് നമ്മള് പെയിന്റ് ചെയ്തിട്ടില്ലല്ലേ പുതുതായിട്ട്? പെയിന്റ് ഏകദേശം ഒരു 60% ചെയ്തിട്ടുണ്ട്. പെയിന്റ് പുതുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ പറഞ്ഞല്ലോ 2 ബമ്പർ, ഡോർ സൈഡ് എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കളർ കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ പാടാണ്. കാരണം ഒറിജിനൽ നിൽക്കുന്നത് അതിന്റെ ബോണറ്റും ടോപ്പും മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി ഇത്രയും വെട്ടിത്തിളങ്ങുന്നതിന്റെ കാരണം നമ്മുടെ സെറാമിക് കോട്ടിംഗ്, സെയിന്റ് ഗോബേന്റെ സെറാമിക് കോട്ടിംഗ്. പിന്നെ സീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ലെതർ വെച്ചിട്ടാണ്. വലിയ കോസ്റ്റ് ഒന്നും ആയിട്ടില്ല. എന്നാലും ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് വണ്ടിക്കകത്ത് കാണാനും ഉണ്ട്. എന്തൊക്കെയാലും നല്ലൊരു പ്രത്യേക ഒരു ഫീലുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല കഫും എനിക്കും അരുണിനും ഒന്നും വയ്യായിരുന്നു. വണ്ടിക്കകത്ത് ഇരുന്നപ്പോഴത്തേക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവരുടെ സന്തോഷം കണ്ടപ്പോൾ അസുഖമൊക്കെ പമ്പാണ് നോർമലായി. അപ്പം നമ്മുടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ കാണും. നിങ്ങളെ വണ്ടി ഇവിടെ കിടന്ന് നശിക്കുന്ന ഓർത്ത് നിങ്ങൾക്ക് ആ വണ്ടി ഇതേപോലെയൊക്കെ ചെയ്ത്, നിങ്ങളുടെ ചെറിയൊരു വണ്ടിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വാഹനം ഒരു 800 ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു കുഞ്ഞു വാഹനം. ഇതിപ്പോൾ സാറിന് ഒരുപാട് പ്രീമിയം വണ്ടികളൊക്കെ ഉള്ള ആളാണ്. ഗൾഫിൽ പിന്നെ ഒരു ഇൻ്റർനാഷണൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ് സാറിന് 2010 എടുത്ത ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങളും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും ഇതേപോലെ ഈ പിന്നെ നിങ്ങൾക്ക് ഇത് കണക്കത്തെ ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ വണ്ടിയായാലും ഇനി ഏത് പ്രീമിയം ക്വാളിറ്റി വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ നിങ്ങളെ ഇനിയും സർപ്രൈസ് ചെയ്യിപ്പിക്കും അല്ലേ? അതെ, ഒറിജിനൽ. ഇതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കും നോർട്ടൺ സെയിൻറ്റ് ഗോബൈൻ്റെ സെറാമിക് കോട്ടിയുണ്ട്. നിങ്ങളുടെ വണ്ടികൾ അത്ഭുതകരമാം വിധം അടിപൊളിയാക്കാം. 2010 മോഡൽ വണ്ടിയാണ്. ഈ ഒരു ലെവലിൽ പെയിൻറ്റിൽ ഇത്രയും വർക്ക് ചെയ്ത് ഈ ഒരു തിളക്കം കിട്ടുന്നത് നമ്മുടെ നോർട്ടൺ സെയിൻറ്റ് ഗോബൈൻ്റെ സെറാമിക് കോട്ടിങ്ങിൻ്റെ ഒരു മഹിമ തന്നെയാണ്. നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ അരുണിനെ വിളി. ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന രീതിയിൽ സെറാമിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറാമിക് പാക്കേജുകളാണ് മിസ്റ്റർ ഗുബോട്ടിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്.